ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ന്യൂ വീഡിയോ. ഇപ്പോൾ എൻ്റെ വീഡിയോ എന്നും പറഞ്ഞ് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിന് രാവിലെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു സ്മോക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ലതുപോലെ യൂസ് ചെയ്യും. ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ്. നല്ല ഫേസ് വാഷാണ്. അതിനുശേഷം ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് ശേഷം ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നേരം ഡ്രൈ ആവണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ റോസ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടോണറാണ്. സ്റ്റാർട്ടർക്ക് ഏറ്റവും നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് ഇതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ കൺസിസ്റ്റുള്ള മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ട് സ്കിന്നിൽ വയ്ക്കുന്നത്. ഒരിക്കലും നമുക്കൊരു സൈഡ് എഫക്റ്റും ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. കാരണം പോൺസിൻ്റെ അത്രയും നല്ലതാണ്. ഒട്ടുമിക്ക മേക്കപ്പിൻ്റെ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും നല്ല മോയ്സ്ചറൈസർ കണ്ട തിളങ്ങുന്ന കണ്ട ഫേസ്. കാരണം മോയ്സ്ചറൈസർ അങ്ങനെ തിളക്കം വരുമ്പോൾ മാത്രമല്ല, ഓയിൽ സ്കിൻ ആയതുകൊണ്ട് അതിൻ്റേതായ ഇതുണ്ട്. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡെർമാക്കോയുടെ ടിൻറ്റഡ് സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നല്ല സൺസ്ക്രീമാണ്. ഡ്രൈ സ്കിൻകാർക്കാണ് പറ്റിയ രീതിയിൽ സൺസ്ക്രീമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. 3 ഫിംഗറൊന്നല്ല ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കുറച്ചൊന്നും അപ്ലൈ ചെയ്യും. 3 ഫിംഗർ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് മൊത്തം എന്തോ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഫേസ് മൊത്തം കവറപ്പ് ചെയ്യുന്ന രീതിയിൽ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസ് മസാജിനേഷൻ കണ്ട മൊത്തത്തിലൊന്ന് ഫേസ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രൈമറാണ്. ഇൻസൈറ്റിൻ്റെ 3-in-1 പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല പ്രൈമറാണ്. എനിക്ക് അത്യാവശ്യം രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രൈമറാണ്. ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അതിൽ 3-in-1 ആയതുകൊണ്ട് പ്രൊട്ടക്റ്റഡാണ്. അത് മോയ്സ്ചറൈസറാണ്. പ്രൈമറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നല്ല പ്രൈമറാണ്. പോഴ്സ് അത്യാവശ്യം ആൾക്കാർക്ക് നല്ലതുപോലെ യൂസ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പ്രൈമറാണ്. നമ്മുടെ സ്കിന്നിന് ഡേഞ്ചറസ് ആയ കാര്യങ്ങൾ വരുത്തില്ല. സ്കിൻ അങ്ങനെ ഓയിലാക്കി വെക്കില്ല. ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയതാണ് ഈ പ്രൈമർ എന്ന് പറയുന്നത്. അത്ര ഇഷ്ടപ്പെട്ട പ്രൈമറാണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് 3 വട്ടമായി പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അത്യാവശ്യം മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേസ് മൊത്തം അപ്ലൈ ചെയ്താലും അത്രയും ഓയിലാക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓയിൽ സ്കിൻകാർക്കാണെങ്കിൽ ഈ ഇൻസൈറ്റിൻ്റെ പ്രൈമർ അത്രയും നല്ല പ്രൈമറാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുതന്നെയാണ് ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ ഷുഗർ പോപ്പിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഫൗണ്ടേഷനാണ്. അത്യാവശ്യം രീതിയിലുള്ള കവറപ്പ് തരുന്നുണ്ട്. നല്ലൊരു ഫൗണ്ടേഷനാണ്. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്പഞ്ച് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്പഞ്ചിലൊട്ടും മിക്കത് പൂന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ പൂവുണ്ട്, പക്ഷേ നല്ലതുപോലെ ബ്ലെൻഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഈ ഫൗണ്ടേഷൻ മൊത്തത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലെൻഡ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തു. അതിന് കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. കൺസീലറും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കൺസീലർ കുഴപ്പമില്ല കേട്ടോ. ബ്ലൂ ഹെവൻ്റെയാണ്. അതിനുശേഷം ഞാൻ ഓൺ കളറിൻ്റെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. ഓൺ കളറിൻ്റെ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷുണ്ട്. പർപ്പിൾ കളർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നല്ല ബ്രഷായി ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഓയിൽ സ്കിൻ ആയതിനും കൂടി നമ്മുടെ ഫേസ് മൊത്തത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ പൗഡർ നല്ലപോലെ സെറ്റ് അല്ലെങ്കിൽ മിറർ പൊട്ടി അതിന് കൂടെയാണ് മിറർ ഞാൻ കയ്യിൽ വെക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലോങ് ലാസ്റ്റിക് ഒന്നല്ല പക്ഷേ ഈ പൗഡർ പക്ഷേ നല്ല സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. ഫിനിഷിങ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് അത്രയും ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഏത് ലോങ് ലാസ്റ്റിക് പൗഡർ എനിക്ക് ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നേ കമൻറ്റിൽ രേഖപ്പെടുത്താം. കാരണം എനിക്കറിയില്ല ഇത് കേട്ടോ. കാരണം മേടിച്ചത് ആകെപ്പെടെ ഷുഗറിൻ്റെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാണ് ഇത് ലോങ് ലാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ലോങ് ലാസ്റ്റിക് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി കമൻറ്റിൽ പറയാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കവറേജും അതേപോലെ തന്നെ അപ്പോൾ 2 മിനിറ്റൊക്കെ നല്ലതുപോലെ സെറ്റായി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ കോമ്പാക്ട് പിടിക്കേണ്ടി വരും. കാരണം എപ്പോഴെങ്കിലും ടച്ചപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്ഫുള്ളാണ്. ഈ നല്ലൊരു ബ്രൈറ്റ്നസ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഓൺ കളറിൻ്റെ ഫേസ് പൗഡർ എന്ന് പറയും. ഇത് നല്ല ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് ചെയ്തു. കണ്ണോക്കിയതിന് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക് ഇതാണ്